Hello friends, this is my 6th video recipe. അപ്പോൾ ഇത്രയും 5 വീഡിയോസും കണ്ട് അത് എന്താ പറയുക ചെയ്തു നോക്കി രുചിയേറിയ ഭക്ഷണത്തിൻ്റെ കഴിച്ച് അഭിപ്രായം പറഞ്ഞ് ഒത്തിരി പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് യു ഓൾ എ ലോട്ട്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. പക്ഷേ അത് നമുക്ക് ഞാനിപ്പോൾ ആ ഐറ്റത്തിന് എന്താ പറയുക, നമ്മൾ ഈവനിങ് സ്നാക്സായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമ്മൾ ഈവനിങ് സ്നാക്സായിട്ട് മാറ്റുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി. ഇഡ്ഡലീനെ നമുക്ക് എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് ബാക്കി വരും. ഇഡ്ഡലി ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം നമുക്ക് അതിന് തണുത്ത ഒരു എന്താ പറയുക ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കുന്നതിന് പകരം ഒരു സ്നാക്സായിട്ട് നമുക്ക് മാറ്റാം. അതാണ് ഇഡ്ഡലി മസാല. അപ്പോൾ നമുക്ക് ഇഡ്ഡലി മസാലയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മസാല ഇഡ്ഡലിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ മസാല ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാക്കി വരുന്നത് നമ്മൾ വൈകിട്ട് ഇത് സാധാരണ സ്റ്റീം കയറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട. ഇത് നമുക്ക് നന്നായിട്ടൊരു മസാല ഇഡ്ഡലിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. നോക്കാം എന്തൊക്കെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കറിയൊന്നുമില്ല കേട്ടോ, അതൊരു പ്രത്യേകതയാണ് നമുക്ക് ഇതിൻ്റെ ഈ ഡിഷിൻ്റെ. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി ഓൾറെഡി പുഴുങ്ങി വെച്ച ഇഡ്ഡലിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി വരുന്ന ഇഡ്ഡലി അല്ലെങ്കിൽ ഫ്രഷായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി ഇതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊരു 10 ഇഡ്ഡലിയോളം ഉണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, പുഴുങ്ങിയ ഒരു ഇഡ്ഡലിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. നമുക്കറിയാം, നടുക്കുന്ന് 2 ആക്കുക, പിന്നെ അഗെയിൻ അതിനെ 4 ആക്കുക, 2 ആക്കി 4 പീസസ് ആക്കി. ഇഷ്ടമുള്ള പീസസ് കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 4 or 6 പീസസോ ആക്കാം. സോ അത് ആക്കി വെച്ചു. ഒരു 10 ഇഡ്ഡലിയോളം ഉണ്ട്. ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു സവോള, 2 സവോള ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ ടൊമാറ്റോ ഒരു 2 എണ്ണം അതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചു. പിന്നെ ഗ്രീൻ ചില്ലീസ് ഞാനൊരു 5 ഗ്രീൻ ചില്ലീസ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് എന്താ പറയുക റൗണ്ട് പീസസ് ആക്കി കട്ട് ചെയ്തു. പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ടേബിൾ സ്പൂൺ, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ മസാല എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. Then the same quantity 2 tablespoon. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മസാല സാമ്പാർ മസാലയാണ്. നമ്മൾ സാമ്പാർ മസാല അതെടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ആവശ്യത്തിനെന്ന് പറയുമ്പോൾ ഇത് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ഇഡ്ഡലി ഓൾറെഡി ഉപ്പിട്ട് വേവിക്കുന്നതാണല്ലോ മാവിൽ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ, ഇത്രയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള വിഭവങ്ങളാണ് വറ്റൽമുളക്, കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില. ഇത്രയുമാണ് നമ്മുടെ മസാല ഇഡ്ഡലിയുടെ ഇൻഗ്രീഡിയൻസ്. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. അടുപ്പത്ത് വെച്ച് നമ്മൾ ഓയിൽ ഉപയോഗിക്കുകയാണ്. ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഓയിൽ ചൂടാകുമ്പോൾ നമ്മളിതിനകത്ത് കടുക് പൊട്ടിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഇടുന്നു.
ഇതിനകത്തേക്ക് നമ്മുടെ ഈ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് സവോളയാണ്. സവോള ഒന്ന് വഴറ്റി വരണം നന്നായിട്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമ്മൾ ഇതൊക്കെ വഴറ്റി എടുക്കുകയാണ്. ഈ സവോളയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് വഴറ്റുക. നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുവാണ് ഗ്രീൻ ചില്ലീസ്. ഏകദേശം ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ നമ്മളിത് വഴടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വന്നാൽ നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാനിനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞു, ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ്, ജിഞ്ചർ പേസ്റ്റ്. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതൊന്ന് പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റുക. നമ്മുടെ ടൊമാറ്റോ, പച്ചമുളക്, സവോള, ജിഞ്ചർ പേസ്റ്റ്, പിന്നെ കറി ലീവ്സ് എല്ലാം നന്നായിട്ട് വഴറ്റ് കഴിഞ്ഞു. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് വഴഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മസാലാസ് ഇടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ മസാല ആണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു പച്ചച്ചുവ മാറ്റാനൊന്ന് ഈ മസാലയുമായിട്ട് വഴറ്റുക. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ്. നമ്മുടെ ഇഡ്ഡലി മസാലയുടെ മസാല എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഡ്ഡലി പീസസ് ഇട്ട് മിക്സ് ആക്കുന്നു. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല പച്ചച്ചുവയൊക്കെ മാറി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി പീസസ് എടുത്ത് ഇടുവാണ്. വളരെ മെല്ലെ നമ്മളിതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക, മിക്സപ്പ് ആക്കുക. എല്ലാ ഇഡ്ഡലി പീസസിലും നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആക്കണം, നന്നായിട്ട് പുരളണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മസാല റെഡി ആയി കണ്ടോ. അപ്പോൾ ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്തു. ഇതിനെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നു. ഹലോ, അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മസാല റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കാണും അല്ലേ? എല്ലാം എന്ത് ഈസിയാണ്. വളരെ നമുക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഇഡ്ഡലി നിന്നും തയ്യാറാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇഡ്ഡലി മസാല. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ചെറിയ ചട്നി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്നിയുടെ ആവശ്യമൊന്നുമില്ല, ഇതല്ലാതെ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ ആ മസാലയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഏറ്റവും നല്ലത് ഈവനിങ് സ്നാക്സ് ആണ്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഴകിയ ഇഡ്ഡലി, രാവിലത്തെ ഇഡ്ഡലി എങ്ങനെ കൊടുക്കുമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട, വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സൂപ്പർ സ്നാക്സ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടു അല്ലേ? അപ്പോൾ ട്രൈ ചെയ്യുക. ഇത് വളരെ ടേസ്റ്റിയാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാണാം. വേറൊരു രുചിയേറിയ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. സോ ടിൽ ദെൻ like and subscribe my channel. It's Anum's Tasty Treasures. Bye.